ബി.ജെ.പി. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള അന്തിമ ചർച്ച ഇന്ന് ദില്ലിയിൽ. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്ന സംസ്ഥാനത്തെ 8 സീറ്റുകളിൽ ഇന്ന് തീരുമാനമുണ്ടാകും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ പട്ടിക അംഗീകരിക്കും. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസ്, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ എന്നിവരും സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ സുഭാഷും ഉൾപ്പെടുന്ന 5 സംഘമാണ് ഡൽഹിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർകോട് എന്നീ മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടികയാണ് ഇന്ന് ആദ്യം പരിഗണിക്കുക. തൃശൂരിൽ നടന്ന നാരീശക്തി പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്ത ശോഭനയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള സംസ്ഥാന അധ്യക്ഷന്റെ ശ്രമം ആദ്യഘട്ടത്തിൽ പാളിയെങ്കിലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചാൽ ശോഭന മത്സരിക്കുമെന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് തിരുവനന്തപുരത്ത് പ്രഥമ പരിഗണനയിലുള്ളത്. അത്തരം വാർത്തകളോട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ, ഒക്കെ വാർത്തകളാണ്. ഏതായാലും ഇപ്രാവശ്യം അങ്ങനെ വലിയ ആളുകളൊക്കെ ബി.ജെ.പി. ടിക്കറ്റിൽ ഇറങ്ങാൻ തയ്യാറാണ് എന്ന രീതിയിൽ നിങ്ങൾ വാർത്തകൾ കൊടുത്തതിൽ വളരെ നന്ദി. നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഭാരതവും പുതിയ കേരളവും കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കും. അതിൽ ആര് എന്ത് എന്ന പ്രത്യേകിച്ചൊരു പേര് പറഞ്ഞ പ്രസക്തിയില്ല. തീരുമാനം വരുമ്പോൾ നിങ്ങൾക്കറിയാം ബി.ജെ.പി. ഏത് നിലക്കാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളതെന്ന്. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും ശോഭാ സുരേന്ദ്രനും പി സി ജോർജും പട്ടികയിലുണ്ട്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കായി കേന്ദ്രം ഉറച്ചു നിന്നാൽ പി സി ജോർജിന് നറുക്കുവീഴും. എന്നാൽ ശ്രീധരൻപിള്ള സന്നദ്ധത അറിയിച്ച ഘട്ടത്തിൽ ജോർജിന്റെ സാധ്യത പകുതിയായി ചുരുങ്ങി. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങൽ വി മുരളീധരൻ, പാലക്കാട് സി കൃഷ്ണകുമാർ എന്നിവർ ഉറച്ച പേരുകളാണ്. കോഴിക്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ പേരിനാണ് പ്രാമുഖ്യമെങ്കിലും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നിവരും പട്ടികയിലുണ്ട്. മലപ്പുറത്ത് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി അബ്ദുൽ സലാമും പരിഗണനയിലുണ്ട്. കാസർകോട് പി കെ കൃഷ്ണദാസ്, രവീശ തന്ത്രികുണ്ടാർ, മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം അശ്വതി എന്നിവരും പട്ടികയിലുണ്ട്. ആദ്യഘട്ടത്തിൽ ജെ പി നദ്ദയുമായും ബി എൽ സന്തോഷുമായും നേതൃത്വം ചർച്ച നടത്തും. പിന്നീടായിരിക്കും നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗം. വി എസ് രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.